ശ്യാം ഇന്ന് ശ്രദ്ധിച്ചില്ലേ? ഐശ്വര്യടുത്ത് എന്തൊരു വീഴ്ച വീണത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതമല്ല. അതാ ഞാൻ പറഞ്ഞ ഐശ്വര്യടുത്ത് പ്രഗ്നൻസി അഭിനയിക്കുകയാണെന്ന്. ഇടയ്ക്ക് അഖിൽ സാർ എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഐശ്വര്യടുത്തെ ഗർഭം അഭിനയിക്കല്ലേ എന്ന സംശയം ഉണ്ടെന്ന് അഖിൽ സാർ പറഞ്ഞു. ശ്യാമ പറഞ്ഞത് കേട്ടപ്പോ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. ഐശ്വര്യടുത്തെ അമ്മയാ. നമ്മളൊന്നും അറിഞ്ഞ ഭാവം വേണ്ട എടുത്തി. എന്താണ് രണ്ടുപേരുടെയും ഭാവം നമുക്കറിയാലോ. ചെല്ല്. അല്ല, ശ്യാമയോ ഇവിടെ നിൽക്കുകയാണോ? ഇന്ന് ഓഫീസിൽ പോയില്ലേ? എന്താ സുഖമില്ലേ? അല്ല, ഐശ്വര്യടുത്തിയോ? ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടതേ ഇല്ലല്ലോ. രണ്ടാളും എവിടെയായിരുന്നു? ബ്യൂട്ടി പാർലറിൽ പോയതാ അല്ലേ? അല്ല, നടക്കാനിറങ്ങിയതാ. ഓ, നമ്മുടെ ഗേറ്റിന് അപ്പുറത്തെ റോഡ് വരെ അല്ലേ മമ്മി? അതെ അതെ, ഗേറ്റിനപ്പുറത്തെ ഫസ്റ്റ് വളവില്ലേ, അതുവരെ നടന്നു. അപ്പോഴേക്കും ഇവള് തളർന്നു. വേഗം ഞങ്ങൾ ഇങ്ങ് പോന്നു. അല്ലതെങ്ങും പോയില്ല അല്ലേ മോളെ? അതെ അതെ, ശരിയാ. കാറിന്റെ ശബ്ദം കേട്ടു. അതെ, അത് പിന്നെ ഇവളവിടെ തളർന്നിരുന്നു പോയെന്നേ. അല്ല, പ്രഗ്നന്റ് അല്ലേ, അതാ ഞാൻ തിരിച്ച് ഇവിടെ വന്ന് കാറും എടുത്തോണ്ട് പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നേ. അതെന്തായാലും നന്നായി. പ്രഗ്നന്റ് അല്ലേ, അമ്മ തന്നെ മോളെ സൂക്ഷിക്കാനുള്ള അല്ലേ ക്ഷമേ? എന്നാ പിന്നെ ഐശ്വര്യക്ക് ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ, നല്ല തണുത്ത ജ്യൂസ്. ഇപ്പൊ വേണ്ട, ഞങ്ങളൊന്ന് മുറിയിലേക്ക് ചെല്ലട്ടെ. കുറച്ച് കിടക്കണം, അപ്പൊ ക്ഷീണം തീരും. എന്നാ ശരി, നിന്ന് കാല് കഴിക്കണ്ട, പോയി കിടന്നോ. ശ്യാമേ, എങ്ങനെയുണ്ട് രണ്ടുപേരുടെ അഭിനയം? ഈ വർഷത്തെ ഓസ്കാറിന് മത്സരിച്ച അമ്മയാണോ മോളാണോ ജയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അമൃതയെടുത്തി വാ. ഐശ്വര്യടുത്തിയുടെ ഗർഭം അഭിനയാണോ നമുക്ക് ഇന്ന് തെളിയിക്കണം. ശ്യാമ പറഞ്ഞത് ശരിയാ, പക്ഷെ അതെങ്ങനെ എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല.